ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഐശ്വര്യ വ്ളോഗ്സ്. ആൻഡ് ഇത് നമ്മുടെ കടയിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ഇത് അപ്പം കടയിൽ ബുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ വാങ്ങിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. അപ്പം ഞാൻ അവിടുത്തെ കടയിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെ 2-3 പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോഴത്തേനും എൻ്റെ സ്റ്റോറേജ് തീർന്നു പോയി ഗൈസ്. അപ്പം ഇത് നമ്മുടെ കളേഴ്സാണ്. അത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ 20 കളേഴ്സ്. ഇതിനെത്ര 50 സംതിങ് ഉണ്ട്. ഇതിനെത്രയാണെന്ന് എനിക്കറിയത്തില്ല. കാണുന്നില്ലല്ലോ. എവിടെ 90 രൂപ. അപ്പം ഇത് കളറാണ്. പിന്നെ ഒരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. ഒരു കിറ്റ് വന്നിട്ടുണ്ട്. ആ കിറ്റിൻ്റെ അകത്ത് ഇപ്പോൾ എടുത്ത ആ ക്രയോണിൻ്റെ തൊട്ടിപ്പുറത്തെ ക്രയോണും പിന്നെ ഡ്രോയിങ് ബുക്ക്, ഒരു പെൻസിൽ, അതാണ്ട് ആ സ്റ്റാപ്ലറിൻ്റെ മേളിൽ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ കിറ്റ് വന്നിട്ടുണ്ട്. ആ കിറ്റ് 290 സംതിങ് എന്തോ ആണ്. പിന്നെ സ്റ്റാപ്ലറിൻ്റെ പിൻ ഞാൻ 2 എടുത്തു കേട്ടോ. 2 എനിക്ക് ആവശ്യമുണ്ട്. കാരണം ബുക്കിൽ അടിച്ച് കഴിയുമ്പോഴും പിന്നെ നമ്മൾ എക്സാമിനും അങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുമല്ലോ. പിന്നെ ഞാൻ റബ്ബർ എടുത്തു. റബ്ബറും കട്ടറും എടുത്തു. റബ്ബർ അത്രയൊന്നും എടുത്തില്ല കേട്ടോ. ഒരെണ്ണം അങ്ങനെ എടുത്തോളം തോന്നി. പിന്നെ ഒരു സ്കെയില്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ. അത് നമുക്ക് വരുന്ന ഇതിൽ തന്നെ കാണാം. അപ്പോൾ വലുതും ചെറുതും ഉണ്ട് സ്കെയില്. പിന്നെ സ്റ്റീൽ സ്കെയിലും ഉണ്ട്. പിന്നെ നെയിം സ്ലിപ്പ്, അത് ഫുള്ള് ഇറേസേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഫേബർ കാസ്റ്റൽ പെൻസിലാണ് കേട്ടോ. ഫേബർ കാസ്റ്റലും ബുക്കും സാധനങ്ങളും എല്ലാം നല്ലതാണ്, സൂപ്പറാണ്. ഇച്ചിരി വില കൂടുതൽ ഉണ്ടെന്ന് മാത്രം. പിന്നെ താഴെ ഇൻസ്ട്രമോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഒരു ബുക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകം കാണിക്കുന്നത്, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ എടുത്തില്ല, അത് വേറൊരു കാര്യം. ഞാൻ ഫുള്ളൊരു സെറ്റ് ക്ലാസ്മേറ്റിൻ്റെ ആണ് എടുത്തത്. ഇതേപോലത്തെ ഒരു സെറ്റ് ഫുള്ളാണ് ഞാൻ എടുത്തത്. വെറുതെ അതാണ്ട് ആ താഴെ ഇരിക്കുന്ന സെറ്റ് അങ്ങാണ്ടാണ് ഞാൻ എടുത്തത്. ഒറ്റ സെറ്റായിട്ട് ചിലവർക്ക് പൊട്ടിച്ചിട്ട് 1-2 ബുക്കൊക്കെ എടുക്കും. അതിപ്പുറത്ത് തന്നെ കാണും, അവരാരും നോക്കാതെ അങ്ങ് എടുക്കും. പിന്നെ ഫയലാണ് കേട്ടോ. ഈ ഫയലിന് എത്ര 50 റുപ്പീസ് അങ്ങാണ്ടാണ്. എനിക്ക് ചെറിയൊരു ഫയൽ മതിയായിരുന്നു, ഞാനതാണ് എടുത്തത്. പിന്നെ ഇതൊരു നമ്മുടെ ഒരു നോട്ട് പാഡ് പോലത്തെ ആണ് കേട്ടോ. അത് 15 രൂപ ഉള്ളൂ. പിന്നെ ഇത് ഈ ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി വാങ്ങിക്കാനുള്ളതിൻ്റെ ഇതുമാണ്. ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാം കേട്ടോ, 20 ലെങ്ത് ആകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് തുടങ്ങും, ഇല്ലാത്ത തുടങ്ങും. ഇത് തുടങ്ങാം. അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഫെവിക്കോളാണ് ഗ്ലൂ. ഇതിൽ ഇത്രയുമായിട്ടോ, ഇത്രയുമായി. ഇത് കാണി, ഫോക്കസ്. ഇത്രയായത് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇച്ചിരി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പം അത് പെട്ടെന്ന് തീരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചല്ല, ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചുകൊണ്ട് ഇത്ര ആക്കി. പിന്നെ അതിൻ്റെ ഉണ്ടായിരുന്ന 3 കളേഴ്സ്. ഇനി സ്കെച്ച് വാങ്ങിക്കാനുണ്ട്, വാങ്ങിച്ചിട്ടില്ല. അതായത് ക്യാമലിൻ്റെ കളർ പെൻസിലാണ് കേട്ടോ. നല്ല കളർ പെൻസിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഇത് നല്ല സൂപ്പറാണ്. 35 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. കണ്ടോ, എൻ്റെ ഫോക്കസ് ആവണ്ട. ഇത് കാണുന്ന കളറേ അല്ല കേട്ടോ, ഇതിന് വേറെ കളറാണ്. നല്ല ബ്രൈറ്റ് കളറാണ് കേട്ടോ. പിന്നെ നീല കളറ് പോലത്തെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പക്ഷെ സൂപ്പറാണ്. നല്ല കളറാണ്, നല്ല സൂപ്പർ കളറാണ്, ഇഷ്ടമാണ്. ഇത് ചെയ്യാൻ പറ്റത്. പിന്നെ സെക്കൻഡ് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഇതാണ്. ചെറുത് 6 കളർ വരുന്നത്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും നമുക്ക് ചെറുത് കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ ഇത് കൊണ്ടുപോകാം. പിന്നെ ഒരു അപ്സറയുടെ കളറാണ്. ഇത് പണ്ടത്തെയാണ്, ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇതിൻ്റെ 8-ാമത്തെ അങ്ങാണ്ടാണ് ഇത്. ഇങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. 8-ാമത്തെയാണ്, പണ്ടത്തെ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാറില്ല, ഇത് അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ സ്കെച്ച്, മാർക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാർക്കർ. കളറിൽ നിന്ന് തുടങ്ങാമല്ലോ. മാർക്കർ പോലത്തെ 3 ഒരു കറുപ്പൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് അറിയുന്നില്ല. ഒരു കറുപ്പൂടുണ്ട്. അത്യാവശ്യം വേണ്ട 2-3 കളറുണ്ട്. പിന്നെ ഒരു കളറൂടെ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ വാങ്ങിച്ചു. അതെ, 4 കളേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉണ്ടായിരുന്നു 2-3 കീ ചെയിൻസ് കാണിക്കാം. ഞാൻ ഈ ലീവിന് വാങ്ങിച്ചതായിരുന്നു. പിന്നുണ്ട്, ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നതാണ്. ഇത് ഫസ്റ്റ് സ്മൈലിയുടെ ആണ് കേട്ടോ. കുഞ്ഞ് ഒരു ടെഡി ബിയറൊക്കെ വരുന്ന സ്മൈലിൽ വന്നിട്ടുള്ളൊരു ഫസ്റ്റ് അത്. സെക്കൻഡ് ഗൈസ് എൻ്റെ പേര് എഴുതിയത്. എങ്ങനെ പിടിച്ചാൽ കറക്റ്റ് കാണുന്നത്, ഇങ്ങനെയാണോ? അപ്പം അനുശ്രീ എന്ന് പറഞ്ഞ് നല്ല ഡിസൈനിലൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ എൻ്റെ ലെറ്റർ വരുന്നത് ഗൈസ്. അതിനിടയ്ക്ക് കരുതിപ്പിട്ടുണ്ട്. ഞാൻ എപ്പോഴാണോ ശ്രദ്ധിക്കുന്നത്, 1 ദിവസം കൂടുതൽ. ഇതെൻ്റെ സെക്കൻഡ് ടീച്ചർ ഇത് ചെയ്താണ്ടോ. ഈ ഒരു പാവക്കുട്ടിയാണ് കേട്ടോ.
നല്ല ക്യൂട്ടാണ് കാണാൻ പുള്ളിക്കാരിയെ. അപ്പം അങ്ങനെ 3 കീ ചെയിൻ, സോറി 3 കീ ചെയിൻ. അപ്പം ആ കീ ചെയിൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് വേറെ ഞാൻ വാങ്ങിച്ചില്ല. ബാഗിനകത്ത് തന്നെ തൂക്കാന്ന് വിചാരിച്ചു. ബാക്കി പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന കോമ്പസ് ആണ്. ഉണ്ടായിരുന്നൊരു കോമ്പസ് ആണ്, പക്ഷേ ഇതിന് ഭയങ്കര ലൂസാണ്. കൊണ്ടിന് ഞാൻ മാറ്റി. പിന്നെ ആസ് ഓൾവേസ് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചാണ് 3 ക്ലിപ്സ്. ഉപകാരമാണ് കേട്ടോ. നമ്മൾ ഈ ഫാനിൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പിടിച്ച് വെക്കാൻ, പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കുറേ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ് ഈ ക്ലിപ്സ്. പിന്നെ എൻ്റെ ഒരു കറുപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, സൂക്ഷിച്ച് വെച്ചിരിക്കുക. പിന്നെ എൻ്റെ ഉണ്ടായിരുന്നൊരു പുതിയ ഇറേസറാണ് കേട്ടോ, ഉണ്ടായിരുന്നതാണ് ക്യാമലിൻ്റെ. ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല ഇറേസറാണ്. പിന്നെ ഒരു കുഞ്ഞ് ഇറേസർ, ചോട്ട. പിന്നെ വേറൊരു ഇറേസർ, ഇത് ഭംഗിയായിട്ട് വാങ്ങിച്ചാണ്, പക്ഷേ ആൾ സൂപ്പറാണ്, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെതായിട്ട് ചെറിയൊരു പ്രോബ്ലം വരുമല്ലോ അത്. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന അപ്സറയുടെ ഇത് നല്ല കേട്ടോ. കട്ടർ വെട്ടി ഇങ്ങനെ വെട്ടിയിടാം, then ഇങ്ങനെ തന്നാൽ റബ്ബറുണ്ട്. അതാണ് ഗൈസ് കഴിഞ്ഞ വർഷത്തെയാണത്. ഈ വർഷം അതിൻ്റെ പേര് വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു റബ്ബർ. ഇതാരെ ഈ ക്യാരക്ടറിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, എന്തോ ഒരു പേര്. അപ്പം അതാ. പിന്നെ ഗ്ലൂ, പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന പൗച്ചസ്, പിന്നെ ഹൈലൈറ്റേഴ്സ് ഒക്കെ ഉള്ളത് തന്നെ കേട്ടോ, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഹൈലൈറ്റേഴ്സ് ഇതാണ് കളറ്. സ്റ്റാപ്ലെയർ, പിന്നെ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് കാണിച്ചു തരാം വേണമെങ്കിൽ. അത് ആ ഒരു കളർ, പിന്നെ ഏതാ 6 കളറും, പിന്നെ പച്ചയും മഞ്ഞയും. പിന്നെ ഇതെല്ലാം ചെറുതാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഷോർട്സ് നോട്ട്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര വാങ്ങിച്ചത്. ഒത്തിരി മനസ്സിലായില്ല ഇത് ഒരു മീഡിയൻ്റെ. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഇങ്ങനെ ഇറേസർ, പിന്നെ ലെക്സിയുടെ കുറച്ച് ബാഗ്, ട്യൂഷൻ പോകുന്നതുകൊണ്ട് അതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പെൻസിലും കാര്യങ്ങളൊക്കെയാണ് തന്നെ. പിന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന, കഴിഞ്ഞതിന് മുന്നത്തെ തവണ ഉണ്ടായിരുന്ന ഒരു ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, കണ്ടു കാണും. പിന്നെ കഴിഞ്ഞ തവണ നിങ്ങൾ ഇതും കണ്ടു കാണും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, ഇത് BTSൻ്റെ പേഴ്സാണ്. ഞാൻ പക്ഷേ വാങ്ങിച്ചത് വേറെ ഒന്നിൻ്റെ ആയിരുന്നു. അന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി, പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്താൽ ടൈമില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വാങ്ങിച്ചൊരു പേഴ്സ് അതത്ര. പിന്നെ ഇൻസ്റ്റാം ബോക്സ്, ഇത് സ്കെയില്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തൊക്കെ പുതിയതായിട്ട് വാങ്ങിച്ചത് കാണാം. പിന്നെ കുറച്ച് 2-3 കളർ പെൻസ്, CD മാർക്കേഴ്സ്. കഴിഞ്ഞ വർഷത്തെയാണ്, ഉപയോഗിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പുതിയതായിട്ട് നമ്മൾ വാങ്ങിച്ച സാധനം കാണാം. ഫസ്റ്റാണ് നമ്മൾ സ്റ്റാപ്ലെയർ പിന്നിലൂട്ടൊക്കെ തുടങ്ങുന്നു. 2 സ്റ്റാപ്ലെയർ പിന്നെ വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കളറോട് വാങ്ങിച്ചു. നമ്മുടെ സ്കെച്ചിൽ എപ്പോഴും തീരുന്ന 2 കളേഴ്സാണ് ഇതും കറുപ്പും. വേറെ ഒരു കളറും തീരത്തില്ല, അത് അക്ഷയപാത്രം പോലെ കിടക്കും. ഇത് മാത്രം തീരും. പിന്നെ 9 രൂപ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 9 രൂപ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കളർ വാങ്ങിക്കാൻ. ആസ് ഓൾവേസ് അതിൻ്റെ കളേഴ്സ് തീരത്തില്ല. ചുവപ്പ് കറുപ്പ് ഒഴികെ ബാക്കി എല്ലാം തീരത്തില്ല. അപ്പം അത്. പിന്നെ ഞാൻ പറഞ്ഞില്ല കട്ടർ ഞാൻ വാങ്ങിച്ചത് ഇത് അതാണ് കേട്ടോ, അബ്സല്യൂട്ട് ഷാർപ്പ്നർ അപ്സറയുടെ കാണിച്ചു തരാമേ. ഇതാണ് ആള്. ഇങ്ങനെ അടച്ചിങ്ങനെ വെച്ചാൽ നമുക്ക് എന്താണ്, കട്ടർ വെട്ടിയാലും ഇനി ഇതിനകത്ത് കടന്നു നമ്മൾ വെറുതെ വേറെ എടുക്കാം. എന്തായാലും നമ്മുടെ പൗച്ച് അഴുക്കാം, അതാണ് ഫസ്റ്റ് കാര്യം. പൗച്ച് അഴുക്കാൻ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കഴിയാലും പോകത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിസർ വാങ്ങിച്ചു. കഴിഞ്ഞ വാങ്ങിച്ചില്ല, ഇത്തവണ ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചു. എത്ര 30-40 രൂപ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞു അത്രയ്ക്ക്. ഇപ്പം നമുക്ക് താൽക്കാലികമായി ഇതിൻ്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് തന്നെ കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ്. അങ്ങനെ നമ്മുടെ അത് കഴിഞ്ഞു. നമ്മുടെ ഗ്ലൂ ഞാൻ പറഞ്ഞത് തീർന്നത്, അപ്പോൾ അതിന് പകരം ഈ ഗ്ലൂ വാങ്ങിച്ചു. ഇതിന് 35 രൂപയാണ്. സൂപ്പർ ഗ്ലൂ ആണ്. ഗ്ലൂ അപ്പോൾ ഇതാണ് നമ്മുടെ പൗച്ച്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, കുറേ സ്പേസ് ഉണ്ട്. 40 രൂപ പേഴ്സ്. ഈ പൗച്ചിന് 40 രൂപ പൗച്ച്. പിന്നെ ഞാനിത് വീണ്ടും വാങ്ങിച്ചായിരുന്നു ഒന്നും ഇത്തവണ തന്നെ. അപ്പോൾ ഞാൻ ട്യൂഷനിലോട്ട് ഉപയോഗിച്ചു. ഒരു കട്ടറും ഉണ്ടായിരുന്നു, അത് അതിൻ്റെ കൂടെ ഫ്രീ ആണ്. മറ്റൊരു കളർ കാണിച്ചില്ലേ, ആ കളറിനൂടെ ഫ്രീ ആണ്. പിന്നെ ഞാൻ വീണ്ടും സ്റ്റിക്കിനോട് വാങ്ങിച്ചു ഗൈസ്, 30 രൂപ. മറ്റേതും 30 രൂപ ആയിരുന്നു, ഇന്ന് 30 രൂപ. ഇതല്ല കേട്ടോ കളർ, ഇതാണ് കളർ, സോറി ഇതാണ് കളർ. അപ്പോൾ ഈ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇത്രയും എത്ര വരുന്നുണ്ട്, 5 എണ്ണം വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റിക്കി നോട്ട്സ്. പിന്നെ ഞാൻ പിങ്ക് പോയിൻറ്റിൻ്റെയാണ് മെയിൻ ആള്. ബാക്കിയുള്ള ലെക്സിയൊക്കെ ഞാൻ എല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പം 3 ലെക്സി, 2 കറുപ്പും, സോറി 2 ബ്ലൂ, 1 റെഡും ആണ്. 2 കറുപ്പ് ഞാൻ അതിൻ്റെ കൂട്ടത്തിലുണ്ട്, കാണിച്ചു തരാം. 2 കറുപ്പ് ഞാൻ വാങ്ങിച്ചത് ട്യൂഷനിലോട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ചു. പിന്നെ 3 ലെക്സി, ഇത് ഞാൻ ട്യൂഷനിലോട്ട് ഉപയോഗിച്ച് ഞാൻ ഇത്രയാക്കി തീർത്തിരിക്കുന്നു. ഇല്ല ഇത് പഴയതാണ്, പുതിയ ഒന്നും ഉണ്ടായിരുന്നു അറിയുന്നുണ്ട്. ഇയാൾ പിങ്ക് പോയിൻറ്റ്സ് ലെക്സി അതൊക്കെ തന്നെ ആവശ്യമുള്ളൂ നമുക്ക്. പക്ഷേ ആവശ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത്ര തന്നെ ഇപ്പോൾ ട്യൂഷൻ കൂടി ഞാൻ തീർത്തു. അപ്പോൾ അതത്രയും. പിന്നെ ഒരു നമ്മുടെ വലിയ സ്കെയിലുള്ള ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്കെയിൽ 2 എണ്ണം വാങ്ങിച്ചു. ഒന്നും കൂടെ വാങ്ങിക്കണം. എന്തായാലും ഇത് പോകുമ്പോൾ നമുക്ക് പിന്നെ വാങ്ങിക്കാൻ സമയമില്ലല്ലോ, പിന്നെ അത് ഇതാണ്. പിന്നെ ഞാനൊരു പെൻസിൽ വാങ്ങിച്ചു, ക്യാമലിൻ്റെ പെൻസിലാണ് കേട്ടോ, കാണാവുന്നത് ഫേബർ കാസ്റ്റിൽ വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ വാങ്ങിച്ചാണ് 2 പിള്ളേർക്കുമാണ്.
ഒരു വെറൈറ്റി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ചാട്ടോ. ഈ ഇടതുള്ള ലാസ്റ്റ് ഞാൻ രണ്ടും നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കമ്പനി നെക്സ്റ്റ് ഭംഗിയാണ് ലിപ്സ്റ്റിക്കും രുചി മെച്ചം. പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പാണ് മെയിൻ നെയിം സ്ലിപ്പാണ് ഗൈസ്. രണ്ടെണ്ണം അത് വാങ്ങിച്ചു. പിന്നെ 2 ബേർഡ്സിൻ്റെ വാങ്ങിച്ചു. 2 ബേർഡ്സിൻ്റെ. പിന്നെ ഡോറയുടെ കൊച്ചു പിള്ളേരെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഗൈസ്. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണല്ലോ. നെയിം സ്ലിപ്പല്ലേ, പേരറിഞ്ഞാൽ പോരെ, എന്തിനാ വെറുതെ. പിന്നെ ഞാൻ വാങ്ങിച്ചുള്ളത് ട്യൂഷൻ വേണ്ടി കുറച്ച് ബുക്സ് വാങ്ങിച്ചായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിലോട്ടുള്ള റഫ് ഞാൻ നേരത്തെ അങ്ങനത്തെ ട്യൂഷൻ നമുക്ക് എഴുതി പഠിക്കണം ഗൈസ്. അതിന് വേണ്ടേ കാണിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഗൈസ്. 10-ല്ലേ. പിന്നെ ഞാൻ ക്ലാസ്മേറ്റിൻ്റെ അത് പേപ്പർ ഇതിൻ്റെ ചെറുതായിട്ട് ക്ലാസ്മേറ്റ് ഇല്ലായിരുന്നു. പിന്നെ ക്ലാസ്മേറ്റ് ഒരു ബുക്ക്. പിന്നെ ഗൈസ് മൈ ഫേവറേറ്റ് 2 ബുക്കാണ് ക്ലാസ്മേറ്റും ഫേവർ കാസ്റ്റിലെ ബുക്ക്. നല്ല കട്ടുള്ള ബുക്കാണ് ഗൈസ് ഫേവർ കാസ്റ്റിൻ്റെ. പിന്നെ മഡോണയുടെ ഞാൻ വാങ്ങിച്ചു. വരിയുടെ അത് ക്ലാസ്മേറ്റ് ഇല്ലായിരുന്നതുകൊണ്ടും ഫേവർ കാസ്റ്റിൽ ഇല്ലായിരുന്നതുകൊണ്ടും മഡോണയുടെ ഒരു ബുക്ക്. പിന്നെ ആസ് 2 ബുക്ക് വാങ്ങിച്ചു. ഡ്രസ് ചെയ്യുന്നല്ലേ അങ്ങനത്തെ 2 ബുക്ക്. ഇത്രയും ബുക്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എത്ര ബുക്കുണ്ട്? 5 ബുക്കുകളാണ്. 5 ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കിനി എന്താണ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുങ്ങാനുള്ള ഒരു ബുക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ളൊരു ബുക്ക്. ഇത് മാത്സിന് വേണ്ടിയാണ്, ട്യൂഷൻ വേണ്ടിയിട്ടാണ് എടുത്താണ്. ഇത്രയും കട്ടിയുള്ളതേ പറ്റത്തുള്ളൂ. കാരണം പറ്റത്തുള്ളൂന്നല്ല, ഒരു വർഷം ഫുൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ വാങ്ങിച്ചത്. ഈ ക്യാമലിൻ്റെ ആണോ എല്ലാ ബ്രാൻഡും ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാമലിൻ്റെ മാത്രം ഉണ്ടായിരുന്നു അവിടെ വലുത്, വേറെ ഞാൻ കണ്ടില്ല. അപ്പം അങ്ങനെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഇനി വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അത് കാണാം, അത് നമുക്ക് കാണാം. കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഫസ്റ്റ് ഇതാണ് സ്ലൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലിബാണ്. എന്താണ് നല്ല ലിബാമാണ് കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടെങ്കിലും നമ്മുടെ ലിപ്സിൽ നല്ലൊരു ഇത് വരുന്നതാണ്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എല്ലാവരും ലിപ്സ്റ്റിക് ഒക്കെ ഇടാറുണ്ട്. പക്ഷേ സ്റ്റിക്ക് എല്ലാവരും ചിലവർക്ക് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ലിബാമാണ്. നമ്മുടെ ചുണ്ട എപ്പോഴും ഡ്രൈ ആവാറുണ്ട് എൻ്റെ അതുകൊണ്ട്. പിന്നെ ഗൈസിൻ്റെ ഒരു സൺസ്ക്രീൻ ലോട്ടസിൻ്റെ 600. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ ഇത്ര വലുപ്പമുള്ളൂ. ചെറിയ പൊട്ടാണ്. അതെ ഇത്ര ഉള്ള ആള്. ഇങ്ങനെ ഡിഫറൻസ് കാണിച്ചാൽ മനസ്സിലാവും. ഇത് നമ്മുടെ വലിയ പൊട്ട്. ആളെ തൊട്ട് കാണിച്ചാലേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് കളിക്കണം. അതാ വലിപ്പം വരുന്ന വ്യത്യാസമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത കല്ലുപൊട്ട്. കല്ലുപൊട്ട് പിന്നെ നമ്മുടെ ഐറ്റക്സിൻ്റെ ഒരു കൺവെൻഷൻ. അപ്പം ഈ കൺവെൻഷനാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. കണ്ണ് എഴുതിയിട്ടുള്ളൂ. അയ്യോ ആയിക്കോട്ടെ മോനെ ഓടിഞ്ഞു ഗൈസ്. ഇപ്പോൾ എടുത്ത് പൊടിയാണ് കേട്ടോ. അപ്പോൾ എടുത്തപ്പോഴൊന്നും സംതിങ് അങ്ങനെ തുടങ്ങിയാണ് കേട്ടോ. പനിയാണ്. പിന്നെ നമ്മുടെ ഒരു കമ്മൽ വാങ്ങിച്ചു കേട്ടോ. ഒരു 10 രൂപ മാത്രമുള്ള കമ്മലിന്. പിന്നെ ഇത് ഹൈബ്രോ അതൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചുള്ളത്. പിന്നെ ക്ലിപ്പ് 3 കുറച്ച് വളകൾ കമ്മലുകൾ വേറെ ഉണ്ട്. അതുകൂടെ കാണിച്ചു തരാം. പിന്നെ വാങ്ങിച്ചാൽ ഈ ഒരു സെറ്റ് സ്ലൈഡാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ വേറെ സ്ലൈഡ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ എന്ത് കഴിഞ്ഞാൽ ഒരു ബാങ്ക് നമ്മൾ എന്തെങ്കിലും പ്രത്യേക ഇതൊക്കെ വരുമ്പോൾ സ്കൂളിലാണെന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരു ക്ലിപ്പ്, പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ജിമിക്ക് ഗായ്സ്. പിന്നെ മാല ഗായ്സിനോ താഴെ പോയി ഈ മാല ഇങ്ങനെ ഇട്ടാൽ നല്ല രസമായിരിക്കും. പട്ടോടെ ക്ലാസ്സിലൂടെ ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ ഇടാൻ നല്ലതാണ്. ബനാന ക്ലിപ്പ് ഗായ്സ്. 4-5 ചെയിന്. പിന്നെ ഒരു സെറ്റ് വള ഗായ്സ്. പിന്നെ കുറേ കുപ്പകളുകളും ഉണ്ട്. ഇതൊക്കെ പിന്നെ തിളങ്ങുന്ന ടൈപ്പാട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഗെറ്റ് ടു അവർ 1K ഗൈസ്. നിങ്ങൾ 1Kയിലേക്ക് എത്തിക്കോ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. എന്നോ കാണിച്ചില്ല. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സബ്സ്ക്രിപ്ഷനും എനിക്ക് ആവശ്യമാണ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് തരണം ഗൈസ്. എനിക്ക് 100K എങ്ങനെയും എടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ്